പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും ചാനലിലേക്ക് നമസ്കാരം. ഇന്നത്തെ സബ്ജക്റ്റ് ഒരു ചെറിയ സബ്ജക്റ്റാണ്. നിധി തേടി, ഭാഗ്യം തേടി, അതുപോലെ ധനം തേടി മനുഷ്യൻ പോകുന്ന ഒരു കാര്യമാണ് പരാമർശന വിഷയമാകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ധനത്തിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടി, മറ്റ് ഭൂമിക്ക് വേണ്ടി, ഇങ്ങനെ പല രീതിയിൽ ആളുകൾ പല അതിക്രമങ്ങളും പല ക്രൂരതകളും പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ചെയ്യുന്നതായ ഒരു അന്തരീക്ഷം. കോളേജ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് കണ്ട ഒരു വിദേശ സിനിമയുണ്ട്, മെക്കനസ് ഗോൾഡ്. അതിപ്പോഴും കളിക്കാറുണ്ട്. വേൾഡ് ക്ലാസിക് ആണ്. അത് കാർലോ പോണ്ടി പ്രൊഡക്ഷന്റെ ആണോ വാർണറുടെ ആണോ എന്നറിയില്ല, സംവിധായകനെ അറിയില്ല. ഒമർ ഷെരീഫ് എന്ന നടനാണ് അതിൽ അഭിനയിച്ചതെന്ന് ഓർമ്മയുണ്ട്. 40-45 കൊല്ലം മുമ്പ് കണ്ടതാണ്. അന്ന് ശ്രീധർ തിയേറ്റർ എറണാകുളത്ത് വരുന്ന കാലത്താണ് ഈ സിനിമ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വന്നത്. അപ്പൊ ആ സിനിമ എന്റെ പ്രമേയം ഇതുപോലുള്ളൊരു സബ്ജക്റ്റാണ്. സ്വർണം അന്വേഷിച്ച് നിധി തേടി പോകുന്ന മനുഷ്യരുടെ കഥയാണ്. ആ സിനിമ ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. മനുഷ്യന്റെ ആ ധനത്തോടും സ്വർണത്തോടും മറ്റു കാര്യങ്ങളോടുള്ള ആസക്തി, അതാണ് അതിലെ പ്രമേയം. അതിന്റെ വികൃതാനുകരണം മലയാളത്തിലുണ്ടായി. പട്ടാഭിഷേകം എന്നോ മറ്റോ പറഞ്ഞ് 1980-കളിലോ 75-80-കളിലൊക്കെ ഒരു സിനിമ അവിടെ മലയാളത്തിൽ വരികയുണ്ട്. അതിന്റെ വികൃതാനുകരണം എന്ന് വെച്ചാല് അതെവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു, അങ്ങനെ ഒരു സിനിമ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതും ഇതുമായിട്ടൊന്നും യാതൊരു സാമ്യവും ഇല്ല. അത് വിദേശത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇവിടെ വികൃതാനുകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ കൂട്ടത്തിൽ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മുടെ മുമ്പിലുള്ള വിഷയം ധനത്തോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ സ്വർണത്തോടുള്ള ആഗ്രഹം, നിധി കിട്ടുമോ എന്നുള്ള നോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ട് ലോട്ടറി ഒരു വശത്ത്, 2 ചൂതുകളി, റമികളി അത് ഒരു വശത്ത്, പിന്നെ മറ്റ് പലതരത്തിലുള്ള ക്രൈസുകൾ, ആഗ്രഹങ്ങൾ, വ്യഗ്രതകൾ, ഇത് നമ്മുടെ സമുദായത്തിൽ എപ്പോഴും നിലനിൽക്കുന്നു. മനുഷ്യനുള്ളിടത്തോളം കാലം അതിനു വേണ്ടിയുള്ള ആ ഒരു പ്രയാണം, ആ ത്വര നിലനിൽക്കും. അത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. വാരിക്കൂട്ടുക, അതിനുശേഷം അത് തനിക്ക് ഉപയോഗപ്പെടാതെ അന്യർക്ക് ഉപയോഗപ്പെടുക, പ്രയോജനപ്പെടുക മുതലായ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ലോട്ടറി. ലോട്ടറി എന്ന് പറയുന്ന ഒരു സംഭവം 1967-ലാണ് സർക്കാർ തലത്തിൽ ഇവിടെ തുടങ്ങിയത്. PK കുഞ്ഞ് എന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി SSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ആ കക്ഷിയൊന്നും നിലവിലില്ല, അതിന്റെ മന്ത്രിയായിരുന്നു ധനകാര്യമന്ത്രി PK കുഞ്ഞാണ് ലോട്ടറി ആരംഭിച്ചത്. അതിനു മുമ്പ് പ്രൈവറ്റ് തലത്തിൽ വ്യക്തിഗതമായി ലോട്ടറികൾ ഉണ്ടായിരുന്നു. ആ ലോട്ടറികളെല്ലാം നിരോധിച്ച് സർക്കാർ തലത്തിൽ ലോട്ടറി ആരംഭിച്ചു. 1 രൂപയായിരുന്നു ലോട്ടറി ടിക്കറ്റിന്റെ ആദ്യത്തെ വില. 1 ലക്ഷമായിരുന്നു ഒന്നാം സമ്മാനം. അന്ന് 1967-ൽ തുടങ്ങിയ ലോട്ടറി ഇന്ന് വളർന്ന് പന്തലിച്ച് വികസിച്ച് ഇന്ന് കോടികൾ സമ്മാനങ്ങളും ടിക്കറ്റ് വില 1000 രൂപ 500 രൂപ ആ തോതിൽ ഉയർന്നും സർക്കാരിന്റെ ഒരു വരുമാന മാർഗമായി മാറിയിരിക്കുകയാണ്. സർക്കാരിന് വരുമാന മാർഗം ആകെ ശബരിമല, ലോട്ടറി, മദ്യം, ഇങ്ങനെ 2-3 കാര്യത്തിലേ ഉള്ളൂ. ബാക്കി പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന നാഷണൽ ഇൻകത്തിന്റെ പ്രധാനമായ ഒരു ചേരുവ നമ്മുടെ നാട്ടിൽ കൃഷിയിൽ നിന്നുണ്ടാകേണ്ടതൊന്നും ഇല്ല. കൃഷിയെല്ലാം നശിച്ച് ഈ രീതിയിലുള്ള വരുമാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ജനം അതിന്റെ പുറകെ പോകുന്നത് ഒരു പരിധി വരെ സർക്കാരിന് നല്ലത്. പക്ഷെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാരക രോഗം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ലോട്ടറി എടുക്കുന്നവന്റെ മനഃശാസ്ത്രം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വീണ് കിട്ടും, ഒന്നാം നമ്പർ തന്നെ, ഒന്നാം സമ്മാനം തന്നെ നമുക്ക് കിട്ടും എന്നുള്ള ധാരണയിലാണ് എല്ലാവരും ലോട്ടറി എടുക്കുന്നത്.
ഒരു ലോട്ടറി 50 ലക്ഷം ടിക്കറ്റ് അടിച്ചാൽ ആ 50 ലക്ഷത്തിൽ ഒരാൾക്കാണ് ഒന്നാം സമ്മാനം കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. 49,99,999 പേർക്ക് മോഹം കൊടുത്തിട്ട് ഒരാൾക്ക് മാത്രമാണ് ഈ മോഹം സാധിക്കുന്നത്. പിന്നെ വേറൊരു ആശ്വാസമുള്ളത് ആശ്വാസ സമ്മാനങ്ങൾ, ചെറിയ സമ്മാനങ്ങൾ 5000-വും 2000-വും 1000-വും 10000-വും ഒക്കെ കിട്ടുന്ന ആശ്വാസം ഇതിനകത്തുണ്ട് എന്ന് കൂട്ടാം. എന്നിരുന്നാൽ പോലും ഈ ലോട്ടറി ബിസിനസ് കൊണ്ട് നന്നായവരുണ്ട്, ചീത്തയായവരുണ്ട്. ഭൂരിഭാഗം ലോട്ടറി കിട്ടിയവരെ കുറിച്ച് അന്വേഷിച്ചാലും അവർക്ക് കിട്ടിയ പണമൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് അവര് വല്ലാത്തൊരവസ്ഥയിൽ വരുന്നു എന്നാണ് കാണുന്നത്. കാരണം ടാക്സ്, സൂപ്പർ ടാക്സ്, അനാവശ്യമായ ചെലവുകൾ, മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കാണാം. ലോട്ടറി കിട്ടിയ പലരും പിന്നീട് ദരിദ്രന്മാരായ കഥയും നമ്മൾ വായിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോട്ടറി അഥവാ ഭാഗ്യക്കുറി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു രോഗമായി മാറുകയാണ്. രോഗമായി മാറുന്നു എന്ന് പറഞ്ഞാൽ പലരും ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയല്ല ചെയ്യുന്നത്, അനേകായിരം നമ്പറുകൾ ഉള്ള ബുക്കുകൾ ഒരുമിച്ചെടുത്ത് ലോട്ടറി പരീക്ഷിക്കുകയാണ്. അങ്ങനെ കുത്തുപാള എടുത്ത ആളുകളും ഒരു ടിക്കറ്റ് മാത്രം എടുത്ത് ഭാഗ്യാന്തരേണ കിട്ടി രക്ഷപ്പെടുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ ഈ ധനമോഹത്തിന് വേണ്ടി നടക്കുന്നതായ അഭ്യാസങ്ങൾ. ഈ കലാപരിപാടി റമ്മികളിയിലും ഇതുപോലെ തന്നെയാണ്. റമ്മികളി തമാശയ്ക്ക് തുടങ്ങും, അല്ലെങ്കിൽ ചീട്ടുകളി തമാശയ്ക്ക് തുടങ്ങും. അത് പിന്നീട് ഒരു രോഗമായി മാറും. ചീട്ട് കളിച്ചില്ലെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടാൽ നാളെ കിട്ടും, നാളെ നഷ്ടപ്പെട്ടാൽ മറ്റന്നാൾ കിട്ടും, അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം നന്നായി കിട്ടും. അങ്ങനെ ധനം വ്യയം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവര് ജീവിതം ആകെ തൊലക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മൾ പല സ്ഥലത്തും കാണുന്നു. പലതരത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കണ്ടുമുട്ടാൻ പറ്റുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ലോട്ടറി ആവട്ടെ, ചീട്ടുകളി ആവട്ടെ, മദ്യപാനമാകട്ടെ, മറ്റ് പലതരത്തിലുള്ള അനാശാസ്യങ്ങളാവട്ടെ, ഇതിനൊക്കെ പുറകിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട്. ഒരാൾക്ക് ലോട്ടറി കിട്ടണമെങ്കിൽ, ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞ സ്ഥിതിക്ക് 50 ലക്ഷത്തിൽ ഒരാൾക്കാണ് ലോട്ടറി കിട്ടുന്നത്. പിന്നെ സമാശ്വാസ സമ്മാനങ്ങളും കൊച്ചു സമ്മാനങ്ങളും കൊണ്ടാണ് ആളുകൾ തൃപ്തിപ്പെടുന്നത്. പക്ഷെ ഒരാൾക്ക് ലോട്ടറി കിട്ടണം എങ്കിൽ സാധാരണഗതിയിൽ ജ്യോതിഷ നിയമപ്രകാരം ലഗ്നാധിപനും 11ാം ഭാവാധിപനും 2ാം ഭാവാധിപനും വിചാരിക്കണം. ലഗ്നാധിപനും 11ാം ഭാവാധിപനും 2ാം ഭാവാധിപൻ ധനസ്ഥാനാധിപനാണ്. അയാൾ 11ൽ നിൽക്കുകയോ 11ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുകയോ അങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ലോട്ടറി കിട്ടാൻ ഒരു വെളിച്ചം വരുന്നത്. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം പോലെ ഒരു വെട്ടം വരും. പക്ഷെ ആ സമയത്ത് ലോട്ടറി കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വ്യാഴം മോശം സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ 7.5 ശനിയായിരിക്കും, ചിലപ്പോൾ കണ്ടക ശനിയായിരിക്കും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. തന്നെയല്ല, ഈ പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ധനവ്യയ യോഗങ്ങൾ ഉണ്ടാവും. 12ൽ വ്യാഴം, അതുപോലുള്ള ധനവ്യയ യോഗങ്ങൾ ഉണ്ടാവും. അപ്പോഴും ആ സാധ്യത മങ്ങുന്നു. അപ്പോൾ ഒരു ലോട്ടറി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറി കിട്ടണമെങ്കിൽ, മെക്കനസ് ഗോൾഡിൽ സംഭവിച്ചതുപോലെ സ്വർണം തേടി പോകുന്നവർക്ക് അവരുടെ ആ മനോഗതി പോലെ ലോട്ടറി നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ധനം നമുക്ക് ഒന്നുകൂടി കിട്ടണമെങ്കിൽ അനേക കാര്യങ്ങൾ ഒരുമിച്ച് വന്നു ചേരണം. വ്യാഴത്തിന്റെ സൽസ്ഥിതി, ഭാഗ്യഭാവാധിപൻ എന്ന് പറയുന്നത് 9ാം ഭാവാധിപനാണ്. 9ാം ഭാവാധിപൻ എന്റെ ഉച്ചസ്ഥിതിയോ സൽസ്ഥിതിയോ, അവിടെ വ്യയാധിപൻ നിൽക്കാതിരിക്കല്, 7.5 ശനി, കണ്ടകശനി മുതലായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കല്, പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടി ഒരുമിച്ച് ഒരു പോയിന്റിൽ വരുമ്പോഴാണ് ഈ 50 ലക്ഷത്തിലോ 75 ലക്ഷത്തിലോ ഒരാൾക്ക് ഒരു ലോട്ടറി കിട്ടുന്നത്. ആ വ്യക്തിക്കായിരിക്കും അത് കിട്ടുന്നത്. അല്ലാത്ത വ്യക്തികളെല്ലാം ഈ മോഹം കൊണ്ടു നടന്ന് മോഹഭംഗവുമായി അടുത്ത ട്രിപ്പ് ലോട്ടറി, അടുത്ത ഇഷ്യൂ ലോട്ടറി
എടുക്കാം എന്ന് കരുതി അവര് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതെടുത്തുകൊണ്ടേയിരിക്കും. അവരുടെ ധാരണ എന്തെങ്കിലും എനിക്ക് കിട്ടും, എന്തെങ്കിലും വീണ് കിട്ടും, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്നുള്ള മനസ്ഥിതിയിലായിരിക്കും ഈ സംഭവം നടക്കുന്നത്. ഇവര് വീടും പറമ്പും വിൽക്കും, അതുപോലെ ബിസിനസ് തൊലയ്ക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവനല്ല ഇത്. ഇത് 500ഉം 1000ഉം 2000ഉം 3000ഉം അതുപോലെ പറ്റാവുന്നത് മുഴുവൻ, ചിലപ്പോൾ ഒരു ഏജൻസിയുടെ മുഴുവൻ ഇവർ വാങ്ങിച്ചു കളയും. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ കിട്ടുന്ന അടിയാണ് ഈ പറയുന്നത്. പക്ഷെ കാന്തത്തിന്റെ സൂചിമുന എങ്ങനെ ഈ ഭാഗ്യസ്ഥാനത്ത് വരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ നിയമങ്ങളും സൂചിപ്പിച്ചു. സാമാന്യ ജനത്തിന് അത് മനസ്സിലാകില്ല. കാരണം ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ, 11ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ, ഭാഗ്യഭാവാധിപൻ എന്ന് പറഞ്ഞാൽ, വ്യയാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ, ഇതൊക്കെ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. ഇത് പൊതുജനത്തിന് മനസ്സിലാവില്ല. അപ്പോ പൊതുജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ, സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ഭാഗ്യോദയം ഉണ്ടാകണമെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ഒരു ഭാഗ്യോദയം ഉണ്ടാകുക. ചിലർ ജന്മനാ ഭാഗ്യവാന്മാരായിരിക്കും. അവരുടെ ഗ്രഹസ്ഥിതിയിൽ, അവരുടെ ഗ്രഹനിലയിൽ 2ാം ഭാവാധിപന് ബലം ഉണ്ടാവും. വ്യാഴം ചിലപ്പോൾ കേസരി യോഗം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹംസയോഗം ചെയ്യുന്നുണ്ടാവും. അതുപോലെ മറ്റേതെങ്കിലും ഗ്രഹം വ്യയസ്ഥാനത്ത് ആരും ഉണ്ടാവില്ല. വ്യയസ്ഥാനാധിപൻ നല്ല സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്, അത് ശുഭഗ്രഹമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ലോട്ടറി ഒന്നുമില്ലാതെ സ്വയമേ ധനവാനാകുന്നത്, സ്വയമേ ധനവാനാകുക. മഹാലക്ഷ്മി യോഗം പോലത്തെ യോഗം, ഹംസയോഗം, കേസരി യോഗം, അതുപോലെയുള്ള യോഗങ്ങളെല്ലാം വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ധനപരമായ ഔന്നത്യവും ധനപരമായ ആ പ്രത്യേകതകളും ഒരു മനുഷ്യന് വന്നു ചേരുന്നത്. മറ്റൊരു കൂട്ടർ അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള യോഗമുണ്ട്. ഇതെല്ലാം തൊലയ്ക്കാൻ അവരുടെ പൂർവികർ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഈ രീതിയിൽ ലോട്ടറി എടുത്തും അതുപോലെ ചീട്ട് കളിച്ചും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ധനമോഹം കൊണ്ട് നഷ്ടപ്പെടുത്താനുള്ള യോഗമുള്ള ആളുകൾ ആ വഴിക്ക് സഞ്ചരിക്കുന്നു. മറ്റേ കൂട്ടർ ഈ ലോട്ടറിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഈ പറയുന്ന ചീട്ടുകളി അല്ലെങ്കിൽ മറ്റുള്ള അവസ്ഥയിലേക്കൊന്നും അവർ തിരിഞ്ഞു പോവില്ല. അവര് അവരുടെ വഴിയിൽ നല്ല ജീവിതം കെട്ടിപ്പടുത്ത് ഒന്നുകിൽ ഉദ്യോഗം അല്ലെങ്കിൽ ബിസിനസ് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈ ഭാഗ്യം തേടിപ്പോകുന്ന ആളുകളുടെ പ്രത്യേകത. ഭാഗ്യം ലോട്ടറി മാത്രമല്ല, നിധിയുണ്ടോ, നമ്മുടെ ഭൂമിക്കടിയിൽ നിധി കിടക്കുന്നുണ്ട് എന്ന സൂചന കൊണ്ട് പെൻഡുല ശാസ്ത്രം മുതലായ ശാസ്ത്രത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ സ്ഥലത്ത് ചെന്ന് നോക്കി, ഇന്ന സ്ഥലത്ത് നിധിയുണ്ട്, ഭൂമി മുഴുവൻ കളച്ച് കുഴിച്ച് അവിടെ മുഴുവൻ അന്വേഷിച്ച് അവസാനം നിധി കിട്ടാതെ കുഴി മാത്രം ബാക്കിയായി അവർ കുഴിയിലാകുന്ന അവസ്ഥകൾ ധാരാളമുണ്ട്. അതുപോലെ ചില പ്രത്യേക തരത്തിലുള്ള ദൈവങ്ങളെ ഇവർ പിടിച്ച് ധനവാനായി ശ്രമിക്കുകയും ആ പ്രത്യേക ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ധനവാന്മാരാകുകയും ആ ധനാധിക്യം കൊണ്ടും ധനാഢ്യത കൊണ്ടും ഈ ദൈവത്തെ പിന്നീട് മറക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു വർഗവും നമ്മുടെ മുമ്പിൽ കാണാറുണ്ട്. ഇതെല്ലാം വസ്തുതകൾ മാത്രമാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പലരും പലതും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ നിധി തേടി പോകുന്ന ആളുകളെ കുറിച്ചും ലോട്ടറി അതുപോലെ റമ്മി മറ്റ് കളി കുറിച്ചും ധനം സമ്പാദിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ വളരെ ചുരുക്കത്തിൽ പ്രതിപാദിച്ചത്. ഇത് വളരെ വലിയൊരു ക്യാൻവാസ് ആണ്. ഇതിനെക്കുറിച്ച് വളരെ ഗംഭീരമായി വളരെ വിശദമായി പഠിക്കാം, വിശദമായി പറയാം. പക്ഷെ ഇവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ വൈകല്യത്തെക്കുറിച്ചും അതിൻ്റെ ഗുണവശത്തെക്കുറിച്ചും മാത്രമാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾക്ക് നമസ്കാരം.